അല്ല ഗൈസ്, ഇന്നെൻ്റെ ഒരു ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഈ ബെഡൊക്കെ നീറ്റാക്കി വെക്കണ ഇഷ്ടമാണ്. പലപ്പോഴും ഞാൻ മടി കാരണം ചിലപ്പോൾ ചെയ്യാറില്ല. പക്ഷെ എന്നെന്തോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡൊക്കെ നീറ്റാക്കി ജനവാതിലൊക്കെ തുറന്നിട്ട് എന്തൊക്കെയോ ഓരോന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് പോയി. ബ്രഷ് ചെയ്ത് അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് ഇടിയപ്പം ചിക്കൻ കറിയായിരുന്നു. എനിക്ക് ഇടിയപ്പം ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ ഇടിയപ്പം ചിക്കൻ കറിക്ക് എന്തോ, ചിക്കൻ കറിക്കല്ല ഇടിയപ്പത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഭയങ്കര ഒട്ടുന്ന്. പിന്നല്ലേ അറിഞ്ഞേ ഇമ്മ ഇത് കടയിൽ നിന്ന് വാങ്ങിയ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കി. വെറുതെ അല്ല ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കുന്നത്. എനിക്ക് പിന്നെ ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും തിന്നാം, ഓക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ റൈഫിൾ ക്ലബ്ബ് സിനിമ ഇത് കാണും. വെറുതെ ആണെങ്കിലും ഫ്രിഡ്ജ് നോക്കുന്ന ശീലം എല്ലാവർക്കും ഉണ്ടല്ലോ, എനിക്കും ഉണ്ട്. യെസ് അപ്പ് മെസ് ഹേ മെസ്. ഞാൻ വിചാരിച്ചു ഈ ദിവസം ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ഇതാക്കിയാലോ. എല്ലാ സാധനങ്ങളും മെസ്സി ആയിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാം. അതാകുമ്പോൾ നമുക്കും ഒരു സന്തോഷമായിക്കോട്ടെ. എല്ലാം കൂടി ഞാൻ വാരിക്കൂട്ടി അടുക്കി പെറുക്കി വെച്ച് എല്ലാം വൃത്തിയായി കാണുമ്പോൾ നല്ല രസമാണ്. ഇന്ന് മൊത്തം പണിയെടുക്കൽ ഡേ ആണ് ഗൈസ്. ഇന്ന് ഞാൻ മൊത്തം പണിയെടുത്ത് വാരിക്കൂട്ടി. ഇത്രക്കും കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റൂമിൽ പൊടി, ജനവാതിലിൽ പൊടി, സിറ്റ് ഔട്ടിൽ പൊടി, ഹാർട്ടിയടുത്ത് പൊടി, കോടെ ഫുള്ള് പൊടിയായിരുന്നു. ഈ 2 ബോട്ടിൽ ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്. ടടാ, എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു. ഈ ക്ലീൻ ചെയ്തത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനാണ്. എല്ലാം കഴിഞ്ഞൊന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കിച്ചണിൽ കുറേ പാത്രം കഴുകാണ്ട് കഥം. പിന്നെ ഞാനത് പോയി കേക്ക് വെച്ച് ഇല്ല, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.